January 22nd, shift 2, question number 5 ആണ്. When secondary butyl cyclohexane reacts with bromine in the presence of sunlight, the major product is. ഏതിലെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ? ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻസിലെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ക്വസ്റ്റ്യൻ ആയിട്ട് കരുതുക. അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിലെ റിയാക്ഷൻ ഓഫ് ആൽക്കെയിൻസ്. ഏത് ഭാഗത്ത് വേണമെങ്കിലും എടുക്കാം മക്കളെ. ബേസിക്കലി ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം റിയാക്റ്റൻ്റ് ഒന്ന് വരച്ചു നോക്കാം. റിയാക്റ്റൻ്റ് എന്താണ്? സെക്കൻഡറി ബ്യൂട്ടൈൽ അല്ലേ? ഇതാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ. വെൻ ഇറ്റ് ഈസ് മെയ്ഡ് ടു റിയാക്ട് വിത്ത് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, നിങ്ങൾക്കറിയാം ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന സ്ഥലത്താണ് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. ഓക്കെ, ഫ്രീ റാഡിക്കൽ ഏറ്റവും ബെസ്റ്റ് ഫോം ചെയ്യുന്ന എവിടെയാണ്? നമുക്ക് നോക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും ഇവിടെയാണ് ബെസ്റ്റ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുക. കാര്യം ഇവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് സ്റ്റെബിലൈസ്ഡ് ബൈ ഹൈപ്പർ കോൺജുഗേഷൻ. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. സോ 3, 5, 6 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. എന്നാൽ ഇവിടത്തെ അപ്പോൾ ചിലർ പറയും സാർ എനിക്കൊന്ന് ഇവിടെയാണെന്ന്. ഇവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്താൽ ഇവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, 5 എണ്ണമേ ഉള്ളൂ. 6 ആൽഫ ഹൈഡ്രജൻ ആണോ 5 ആൽഫ ഹൈഡ്രജൻ ആണോ ബെറ്റർ? 6 ആൽഫ ഹൈഡ്രജൻ ആണ് ബെറ്റർ അല്ലേ? സോ ബേസിക്കലി ഫ്രീ റാഡിക്കൽ വിൽ ബി ഫോംഡ് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ. ഞാൻ കാണിച്ച ഫസ്റ്റ് പൊസിഷനിലായിരിക്കും ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാൻ പോകുന്നത്. അവിടെയായിരിക്കും ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ പോകുന്നത്. സോ ബേസിക്കലി BR അവിടെയായിരിക്കും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? സോ ബേസിക്കലി ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വിൽ ബി 4th one. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഹൈപ്പർ കോൺജുഗേഷനെ കുറിച്ചും ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിനെ കുറിച്ചും അറിയാവുന്ന ആൾക്കാരൊക്കെ ഈസിലി പറയും അല്ലേ? ദർ ഇസ് നത്തിങ്, ഒരു ട്വിസ്റ്റഡ് സംഭവമൊന്നുമില്ല. ഈസിലി ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സെറ്റാണോ? സെറ്റ് മസാലയാണോ?